കാശിനാഥൻ. രചന അവതരണം മിത്രവിന്ദ. മടങ്ങി വരുന്ന വഴിക്ക് ഒരു ബേക്കറിയുടെ മുന്നിൽ വണ്ടി നിർത്തി കുറച്ച് സ്നാക്സും ചോക്ലേറ്റ്സും ഒക്കെ മേടിച്ചാണ് ജാനി വീട്ടിലെത്തിയത്. കല്ലു ആൻ്റി ആണെങ്കിൽ അവളെ നോക്കി ഉമ്മറത്തിരിപ്പുണ്ട്. ഇടയ്ക്ക് ഒരു തവണ കല്ലു ഫോൺ വിളിച്ചു നോക്കിയപ്പോൾ 15 മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് ജാനി അവരോട് അറിയിച്ചിരുന്നു. അതിൻ പ്രകാരമാണ് ഈ ഇരിപ്പ്. ആൻറ്റി, ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചോ? ഈ മുഖം കാണുമ്പോൾ അറിയാം എന്നെ വല്ലാണ്ട് മിസ് ചെയ്തുന്ന്. കല്ലുവിൻ്റെ കയ്യിലേക്ക് താൻ മേടിച്ചു കൊണ്ടുവന്ന സ്വീറ്റ്സ് പാക്കറ്റ് ഏൽപ്പിച്ച ശേഷം ആ കവളിലൊന്ന് തട്ടിക്കൊണ്ട് ജാനി പറഞ്ഞു, സത്യമാണ് മോള് പറഞ്ഞേ. 2-3 മാസമായിട്ട് ഇവിടെ ആളും അനക്കവും ഉണ്ടായിരുന്നു. എൻ്റെ ജാനിക്കുട്ടി ഇങ്ങനെ പാറിപ്പറന്ന് നടന്നതല്ലേ. പെട്ടെന്നിപ്പം മോള് പോയപ്പോൾ ആകെ വീടെല്ലാം ഉറങ്ങിപ്പോയ പോലെയായി. പിന്നെ എങ്ങനെയുണ്ട് മോളെ, അവിടെ ചെന്നിട്ട് ഇഷ്ടമായോ? ആ, കുഴപ്പമില്ല ആൻറ്റി. ഞാൻ ആകെ കൂടി കണ്ടതും സംസാരിച്ചതും 2 പേരോടാ, CEO ദേവകൃഷ്ണൻ ആൻഡ് ഗൗരി. ബാക്കി എല്ലാവരും താഴെയുള്ള ഫ്ലോറിലൊക്കെയാണ്. ഞാനാണെങ്കിൽ 3rd ഫ്ലോറിൽ. അവിടെ ഉള്ളത് ഈ 2 പേര് മാത്രമായിരുന്നു. ആഹാ, വീട്ടിലിരുന്ന് ബോറടിച്ചിട്ടല്ലേ ജോലിക്ക് പോയത്? അതിപ്പോൾ അതിനേക്കാൾ വലിയ പ്രോബ്ലമായോ കുട്ടി? വരട്ടെ, നോക്കാം. ഏതുവരെ പോകുമെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും പോകുന്നിടത്തോളം പോട്ടെ, അല്ലേ ആൻറ്റി? കല്ലു കൊടുത്ത് ചായ മേടിച്ചു കൊണ്ടുവന്ന് ഒരു കസേരയിലേക്ക് അമർന്നിരുന്നു കൊണ്ട് ജാനി പറഞ്ഞു, ഇതെന്തിനാ മോളെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കൂട്ടിയത്? ഷോ, എന്തുമാത്രമാണെന്ന് നോക്കിയേ. കല്ലു ഉറക്കെ പറഞ്ഞു. വെറുതെ ഇരിക്കുമ്പോൾ ദേ ആ മിക്സ്ചറും കായുപ്പേരിയും ഒക്കെ എടുത്ത് കുറച്ചുകൊണ്ടിരുന്ന് യൂട്യൂബൊക്കെ കാണുക. അപ്പം തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. കല്ലുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജാനിയുടെ ഫോണിലേക്ക് പാർവതി വിളിച്ചു. അമ്മയാണ് വിളിക്കുന്നേ, ഓഫീസിലെ വിശേഷമൊക്കെ തിരക്കാനാവും. ജാനി കോൾ അറ്റൻഡ് ചെയ്ത് കാതിലേക്ക് ചേർത്തു. പിന്നീട് കുറേ നേരം അമ്മയോട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ നടന്നു. ശേഷം റൂമിലേക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഇറങ്ങി. മുട്ടൊപ്പ് ഇറക്കത്തിൽ ബേബി പിങ്ക് നിറമുള്ള ഒരു ടോപ്പാണ് വേഷം. ഫോൺ എടുത്തുകൊണ്ട് വന്ന് ബെഡിലേക്കിരുന്നു. എന്നിട്ട് വെറുതെ ഇൻസ്റ്റയിൽ കൂടി ഓടി നടന്നു. അതും അടുത്തപ്പോൾ കുറച്ച് മെലഡി സോങ്സ് പ്ലേ ചെയ്തു. മിഴികൾ അടച്ച് ഒന്ന് റിലാക്സ് ആവാൻ നോക്കി. പക്ഷെ സാധിക്കുന്നില്ല. മനസ്സിൽ ഒരേയൊരു മുഖം മാത്രം. അതങ്ങനെ മായാതെ നിലകൊള്ളുന്നു. അത് മറ്റാരുമല്ല, ദേവകൃഷ്ണനായിരുന്നു. ആദ്യമായി അവനെ കണ്ട നിമിഷം ഓർത്തപ്പോൾ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അത് വല്ലാത്ത മധുരമേറിയതായിരുന്നു. അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നതും നിറയെ രോമരാജികൾ തീർത്ത ആ ബലിഷ്ഠമായ കൈകൾ തൻ്റെ ഇടുപ്പിൽ അമർന്നതും ഒക്കെ ഓർത്തപ്പോൾ നാണത്താൽ ചാലിച്ച പൂനിലാവ് ഉദിച്ചതുപോലെ അവളുടെ മുഖം തൊടുത്തു. എത്രയോ മുഖങ്ങൾ കണ്ടുമറിഞ്ഞു പോയിരിക്കുന്നു. എത്രയോ പേര് ഇഷ്ടമാണെന്നും പറഞ്ഞ് പിന്നാലെ വന്നിരിക്കുന്നു. സ്റ്റാൻഡേർഡുള്ള ആഷ്പുഷ് ചുള്ളന്മാരായിരുന്നു ഓരോരുത്തരും. എന്നാൽ ഇന്ന് കാലത്തെ ദേവിനെ കാണുന്ന ആ നിമിഷം വരേക്കും ഒറ്റ ഒരാൾ പോലും തൻ്റെ മനസ്സിൻ്റെ കോണിൽ ഒരിടം നേടിയിട്ടില്ല. പക്ഷെ ദേവ്, എന്താണെന്നറിയില്ല, ആളോട് വല്ലാത്തൊരിഷ്ടം. കാരണമൊന്നും ഇല്ലെങ്കിൽ പോലും അയാളോട് മിണ്ടിക്കൊണ്ടിരിക്കാൻ പിന്നെയും ആഗ്രഹം തോന്നുന്നു. എങ്ങനെങ്കിലും നാളെയൊന്ന് നേരം വെളുത്ത് ഓഫീസിലെത്താനായിരുന്നു അവൾക്കപ്പോൾ തിടുക്കം. ജാടയാണോ അതോ ബോസിൻ്റെ മകളാണല്ലോ എന്നുള്ള തോന്നലാണോ? എന്തെന്നറിയില്ല, തന്നോടൽപ്പം അകൽച്ചയൊക്കെ ഉണ്ട്. അല്പമൊന്നുമല്ല, നന്നായിട്ട് തന്നെ അകൽച്ചയുണ്ട്. ഒന്ന് ചിരിച്ചു പോലും കണ്ടില്ലല്ലോ എന്നോർത്തപ്പോഴാണ് ഗൗരിയുടെ മുഖം തെളിഞ്ഞു വന്നത്. അവളെ കണ്ടപ്പോൾ ദേവിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു പോലും. അമ്മാവിൻ്റെ മകൾ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ദേവ് ചോദിച്ചിട്ട് പോലും തന്നോടൊരു വാക്ക് ദേവ് പറഞ്ഞില്ല. പക്ഷെ ഗൗരിയെ താഴെ നിന്നും വിളിച്ചു വരുത്തിയിരിക്കുന്നു. ആ ഓർമ്മയിൽ ഒരു കുഞ്ഞു നൊമ്പരം വന്ന് വിങ്ങി. വരട്ടെ, നോക്കാം ഏതുവരെ പോകുമെന്ന്. ജാനിക്കുട്ടി. കല്ലുവാൻ്റെ വിളിച്ചതും ജാനി എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് പോയി. പിന്നീട് അത്താഴം കഴിഞ്ഞായിരുന്നു അവൾ മടങ്ങിയെത്തിയത്. ആ നേരത്താണ് അച്ഛൻ്റെ വിളി. അച്ഛനോട് കഥകളൊക്കെ പറഞ്ഞ് അവൾ കുറച്ച് സമയം ചിലവഴിക്കും. അത് മിക്കവാറും പതിവുള്ളതാണ്. ഉറക്കം വരും വരേക്കും കലപിലാന്ന് എന്തെങ്കിലുമൊക്കെ പറയും. പിന്നീട് ഗുഡ് നൈറ്റ് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് ഒരൊറ്റ ഉറക്കായിരിക്കും. അന്നും പതിവ് തെറ്റിക്കാതെ അങ്ങനെ തന്നെ ജാനി ഉറങ്ങി. കാലത്ത് എഴുന്നേറ്റപ്പോൾ പതിവിലും വിപരീതമായി വല്ലാത്ത ഉന്മേഷം. നേരെ ചെന്ന് വാഷ്റൂമിൽ കയറി. ശേഷം ഫ്രഷായി ഇറങ്ങി വന്നു. കബോർഡ് മുഴുവൻ തിരഞ്ഞു. ഏത് ഡ്രസ്സാണ് ഇടേണ്ടത്? അങ്ങനെ അവൾ വലിയൊരു കൺഫ്യൂഷനിലായി.
സൽവാർ സെറ്റും കുർത്തയും സാരിയും ഒക്കെ എടുത്ത് അവൾ ബെഡിലേക്ക് നിർത്തി. പക്ഷെ ഒന്നും അങ്ങോട്ട് മനസ്സിൽ പിടിക്കുന്നില്ല. ജീൻസും ടോപ്പും ഇട്ടാലോ എന്ന് ചിന്തിച്ചു. ഒടുവിൽ ആ പ്ലാനും മാറ്റി. അവസാനം ഡാർക്ക് ഗ്രീൻ നിറമുള്ള ഒരു ഡിസൈനർ ക്രോപ്പ് ടോപ്പും ഒരു ഫുൾ ലെങ്ത് മിടിയും എടുത്തിട്ടുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു. അത്യാവശ്യം നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്തു. എന്നാൽ ഒട്ടും ഓവറല്ലായിരുന്നു താനും. കണ്ണൊക്കെ എഴുതി പൊട്ടുകുത്തി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടാണ് അവൾ ഇറങ്ങി വന്നത്. ആഹാ, അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇന്ന് എന്തു പറ്റി ഇങ്ങനൊക്കെ നല്ല ബുദ്ധി തോന്നിയത്? അവളെ കണ്ട പാടെ കല്ലു ഉറക്കെ ചോദിച്ചു. അത് പിന്നെ ആൻറ്റി, ഇന്നലെ ഓഫീസിൽ ചെന്നപ്പോഴാണ് ഞാനൊരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത്. അവിടെയുള്ള സ്റ്റാഫൊക്കെ എന്ത് അടിപൊളിയായിട്ടാണ് വരുന്നേ. ഞാൻ മാത്രം ഒരു കഞ്ഞി ലുക്കിലായിരുന്നു. സത്യം പറഞ്ഞാലേ അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി. അതുകൊണ്ട് ഇന്നലെ തന്നെ ഞാൻ തീരുമാനിച്ചു, വെൽ ഡ്രസ്സായി ഒന്ന് മേക്കപ്പൊക്കെ ചെയ്തു വേണം ഇനി മുതൽ ഓഫീസിലേക്ക് പോകാനെന്ന്. നല്ല തീരുമാനം. ഇപ്പോഴെങ്കിലും എൻ്റെ കുട്ടിക്ക് ഇതൊക്കെ ഒന്ന് തോന്നിയില്ലോ. അവൾക്ക് കഴിക്കുവാനായിട്ട് ഫുഡ് എടുത്തുകൊണ്ട് വന്ന് ടേബിളിൽ വെച്ച ശേഷം കല്ലു അവളെ നോക്കി പറഞ്ഞു. പൂരിയും പൊട്ടറ്റോ ബാജിയും അതായിരുന്നു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഒരെണ്ണത്തിൻ്റെ പാതിയാണ് അവൾ കഴിച്ചത്. അതിൻ്റെ പേരിൽ കല്ലു ശരിക്കും ജാനിയെ ശകാരിക്കുകയും ചെയ്തു. എന്നാൽ കല്ലുവിനെ നോക്കി ഒന്ന് കണ്ണിറുക്കിയ ശേഷം ജാനി കഴിച്ച പ്ലേറ്റ് കൊണ്ടുപോയി കഴുകി വെച്ചു. എന്നിട്ട് അവൾ അത് എടുത്തു വെച്ച് അവൾ എടുത്ത ചോറും പൊതി ബാഗിലേക്കും വെച്ചു. കല്ലുവിൻ്റെ കവളിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്ത ശേഷം വേഗം ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങി. ആകെ കൂടി വല്ലാത്തൊരു ത്രില്ലായിരുന്നു അന്ന് അവൾക്ക് ഡ്രൈവ് ചെയ്യാൻ. എത്തും തോറും വല്ലാത്ത പരവേശം. ഗേറ്റ് കടന്ന് പാർക്കിങ്ങിലേക്ക് എത്തുമ്പോഴാണ് ദേവിൻ്റെ ബൈക്ക് അവളുടെ വാഹനത്തെ മറികടന്നു പോയത്. അവൻ്റെ പിന്നിലായി ഗൗരിയുമുണ്ട്. വലത് കൈ എടുത്ത് ദേവിൻ്റെ വയറ്റിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ഗൗരിയെ കണ്ടതും ജാനിയുടെ മുഖത്ത് കാർമേഘം ഉരുണ്ടുകൂടി. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആവേശവും ഒരു നിമിഷം കൊണ്ട് അവളിൽ നിന്നും വിട്ടകന്നു പോയി. അവരിരുവരും ബൈക്കിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ജാനി തൻ്റെ ബാഗുമെടുത്ത് വേഗം എൻട്രൻസ് ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. ഓഫീസിലെത്തിയ സ്റ്റാഫൊക്കെ ജാനിയെ കണ്ട് വിഷ് ചെയ്യുന്നുണ്ട്. അവൾ തിരിച്ച് അവരെയൊക്കെ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നടന്നു. 3rd ഫ്ലോറിൽ എത്തിയ ശേഷം നേരെ തൻ്റെ റൂമിലേക്ക് ചെന്നു. ബാഗ് കൊണ്ടുപോയി വെച്ച ശേഷം തിരികെ ചെയറിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ദേവ് കയറി വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് മാഡം. അവൾ മുഖമുയർത്തി നോക്കിയതും ദേവ് ഒന്ന് പുഞ്ചിരിച്ചു. ഗുഡ് മോർണിംഗ്. അത്ര നേരം കട്ടക്കലിപ്പിലായിരുന്നെങ്കിലും അവൻ അടുത്തു വന്നിരുന്നപ്പോൾ പെണ്ണിൻ്റെ മനം ചാഞ്ചാടാൻ തുടങ്ങി. വളരെ ഗൗരവത്തിൽ സിസ്റ്റത്തിലേക്ക് കണ്ണുനട്ടിരിക്കുന്നവനെ ഇടയ്ക്കെല്ലാം അവൾ പാളി നോക്കുന്നുണ്ട്. ഓ, എന്തൊരു ജാടയാണ് എൻ്റെ കൃഷ്ണ. ഇങ്ങനുണ്ടോ ആളുകൾ? അവൾ ഓർത്തുകൊണ്ട് തൻ്റെ മുന്നിലിരിക്കുന്ന ലാപ്പിലെ ഓരോ ഫയൽസ് എടുത്ത് ചെക്ക് ചെയ്തു. ദേവേട്ടാ, ഇതെന്താ ഈ മെയിൽ വന്നേക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ജാനി പറഞ്ഞതും ദേവ് റിവോൾവിംഗ് ചെയർ അല്പം നീക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് ലാപ്പിൽ നോക്കി. ജാനി മേശമേൽ കൈവച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് അവൻ തൻ്റെ കൈയെടുത്ത് മൗസിൽ പിടിച്ചതും അവളുടെ വലങ്കയുമായിട്ട് ഒന്നുരസി. ആ രോമരാജികൾ വന്ന് തഴുകി തലോടിയപ്പോൾ ജാനിക്ക് വല്ലാത്തൊരു ഫീലായിരുന്നു. അവളുടെ സംശയം ക്ലിയർ ചെയ്ത് കൊടുത്ത ശേഷം ദേവ് പിന്നോട്ട് വലിഞ്ഞു. ജാനി പെട്ടെന്ന് തന്നെ വളരെ നീറ്റായിട്ട് തൻ്റെ ജോലി ചെയ്തു. ദേവിനെ കാണിച്ചപ്പോൾ അവൻ ഓക്കെയാണെന്ന് മാത്രം പറഞ്ഞു. ഒന്നുമില്ലെങ്കിലും ഒന്ന് അഭിനന്ദിച്ചുകൂടെ? ഒരു ഷേക്ക് ഹാൻഡ് തരാം, അതും അല്ലെങ്കിൽ ഒരു നല്ല വാക്കെങ്കിലും. ഇങ്ങനുണ്ടോ മനുഷ്യന്മാർ? പിറുപിറുത്തുകൊണ്ട് ചെറിയ നീരസത്തോടെ അവൾ ദേവിൻ്റെ മുഖത്തേക്ക് നോക്കി. അത് കണ്ടെങ്കിലും അവളുടെ പറച്ചിൽ കേട്ടെങ്കിലും ദേവ് തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്ന മട്ടിലിരുന്നു. പിന്നീട് ഉച്ചവരേക്കും അവൾ അരികിലിരിക്കുന്നവനെ നോക്കാനേ പോയില്ല. ലഞ്ച് ബ്രേക്ക് ടൈമായപ്പോൾ ജാനി എഴുന്നേറ്റ് അകത്തെ റൂമിലേക്ക് പോയി. ദേവേട്ട് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടോ അതോ പുറത്തുനിന്നാണോ? ജസ്റ്റ് അവനെ നോക്കി അവൾ ചോദിച്ചു. മാഡം പൊയ്ക്കോ. അതാണോ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം? നെറ്റി ചൊളിച്ചുകൊണ്ട് തന്നെ നോക്കുന്നവളെ ഒരു നിമിഷം പകപ്പോട് കൂടി ദേവ് ഒന്ന് നോക്കി. ആ സമയത്താണ് ഗൗരി കയറി വന്നത്. അവളുടെ കയ്യിലിരുന്ന കവർ കണ്ടപ്പോൾ മനസ്സിലായി ഇരുവർക്കുമുള്ള ലഞ്ചാണെന്ന്. ഒരു വർക്ക് തീരാനുണ്ട് മാഡം, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങൾ കഴിച്ചോളാം. പിന്നീട് ജാനി വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒറ്റയ്ക്കിരുന്ന് വേഗം തന്നെ ഭക്ഷണം പാതി കഴിച്ച് തീർത്തു. നന്നായി വിശന്നായിരുന്നിരുന്നതെങ്കിലും ദേവിൻ്റെ സംസാരം കേട്ടപ്പോൾ അവൾക്കാകെ സങ്കടായി. ഇരുവർക്കും കൂടി ഒന്നിച്ചിരിക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് അവൾക്ക് തോന്നി. കൈയും വായും കഴുകിയ ശേഷം
ബാഗിലേക്ക് കഴുകിയ ടിഫിൻ ബോക്സും എടുത്തു വെച്ച് അവൾ ഡോർ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ദേവും ഗൗരിയും എന്തൊക്കെയോ പറഞ്ഞുറക്കെ ചിരിക്കുന്നുണ്ട്. മാഡം ഇത്ര പെട്ടെന്ന് കഴിച്ചോ? ഗൗരി ചോദിച്ചതും ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ഒന്ന് തലകുലുക്കി കാണിച്ചു. ഫോൺ എടുത്ത് ഇൻസ്റ്റയിൽ തോണ്ടിക്കൊണ്ട് കുറച്ച് സമയമിരുന്നു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദേവും ഗൗരി ഇറങ്ങി വന്നു. അവൻ ഫോണിൽ കൂടി ആരോടോ സംസാരിക്കുന്നുണ്ട്. മാഡം, കാശി സാറാണ്. അടുത്തേക്ക് വന്നവൻ ഫോൺ അവളുടെ നേർക്ക് നീട്ടി. ഹലോ അച്ഛാ. ആ മോളെ, ഇന്ന് എന്തു പറ്റി വിളിക്കാഞ്ഞേ? ഏയ് ഒന്നുമില്ല, ഞാനിതൊക്കെ പഠിക്കുകയാണല്ലേ, അതിൻ്റെ ഒരു തിരക്ക്. എങ്ങനുണ്ട്? അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ ഇഷ്ടമായോ? അച്ഛൻ അവളോട് ചോദിക്കുന്ന നേരത്ത് ഗൗരി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് ജാനി കാണുന്നുണ്ടായിരുന്നു. പോക്കറ്റിൽ നിന്നും കർച്ചീഫ് എടുത്ത് കൈയും മുഖവും അമർത്തി തുടച്ച് ദേവ് വന്ന് കസേരയിലിരുന്നു. ഇവിടെ എന്താച്ചാ കുഴപ്പം? അടിപൊളിയല്ലേ? ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നേ. ഗുഡ്. ആ പിന്നെ, അവിടെയുള്ള സ്റ്റാഫൊക്കെ എങ്ങനെയുണ്ട് മോളെ? എല്ലാവരും നീ പരിചയപ്പെട്ട് കാണില്ലേ? അങ്ങനെ പരിചയപ്പെടാനും മാത്രം ടൈമൊന്നും കിട്ടിയില്ലച്ചാ. ജസ്റ്റ് എല്ലാവരെയും ഒന്ന് കണ്ടു പോകുന്നു. ചിലരൊക്കെ പാവമാണ്, ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ടു. പിന്നെ ചിലർക്കൊക്കെ ഒടുക്കത്തെ ജാടയാണ് നീ. യാതൊരു റെസ്പെക്റ്റും എനിക്ക് തരുന്നില്ല. അവരെയൊക്കെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടാലോ എന്ന് പോലും ഞാൻ ആലോചിച്ചു പോയി. ആ സമയത്ത് ജാനി ദേവിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയ ശേഷമാണ് അച്ഛനോട് മറുപടി പറഞ്ഞത്. അവളോട് പറച്ചിൽ കേട്ടതും കാശി ഉറക്കെ ചിരിക്കുന്നത് അരികിലിരുന്ന ദേവും കേട്ടു. ഓഫീസിലേക്ക് ചെന്നതിന്റെ 2ാമത്തെ ദിവസം അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ പിരിച്ചുവിടാനാണോ മോളെ നീ തീരുമാനിച്ചത്? അത് വല്ലാത്ത കഷ്ടായി പോയല്ലോ. വരട്ടെ, നോക്കാം. പക്ഷേ എന്നെ മൈൻഡ് ചെയ്യാത്ത ആരും ഇവിടെ വേണ്ട. ഈ ജാനി ആരാണെന്നേ അവരെയൊക്കെ ഒന്ന് അറിയിച്ചു കൊടുക്കും, വൈകാതെ തന്നെ. കുറുമ്പോടുകൂടി തന്റെ അരികിലിരുന്ന് സംസാരിക്കുന്ന ജാനിയെ ഇടയ്ക്ക് ഒരു തവണ ദേവൊന്ന് മുഖമുയർത്തി നോക്കി. ആ സമയത്ത് ദേവിന്റെ ഫോണിലേക്ക് മറ്റൊരു കോൾ കയറി വരുന്നുണ്ട്. അച്ഛാ, ദേവേട്ടനൊരു കോൾ വരുന്നുണ്ട്. ഞാൻ വീട്ടിൽ ചെന്നിട്ട് വൈകിട്ട് വിളിക്കാം കേട്ടോ. ഓക്കേടാ, ബൈ. ബൈ അച്ഛാ. പറഞ്ഞുകൊണ്ട് അവൾ സംഭാഷണം അവസാനിപ്പിക്കാൻ തുനിഞ്ഞതും ദേവ് പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി. കാശി സാറേ, വെക്കല്ലേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തു പറ്റി ദേവ്? സാർ, ഇന്ന് ഒരു 3 മണിയാകുമ്പോഴേക്കും എനിക്ക് വീട് വരെ ഒന്ന് പോണം. കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ചെക്കനും കൂട്ടരും ഇന്ന് എത്തും. കുറച്ചു മുന്നേ വിളിച്ചു പറഞ്ഞു. ആദ്യം പറഞ്ഞത് ഞായറാഴ്ച വരാമെന്നാ. പക്ഷെ അന്ന് അവർക്ക് എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന്. ഇന്ന് 4 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തിക്കോട്ടെ എന്ന് ആ ബ്രോക്കർ സദാനന്ദം വിളിച്ചു ചോദിച്ചു. വന്ന് കണ്ടിട്ട് പോകാൻ അച്ഛനും പറഞ്ഞു. അതുകൊണ്ട് എനിക്കൊന്ന് വീട്ടിലേക്ക് പോണായിരുന്നു. ഓക്കെ ഓക്കെ, ദേവ് പൊയ്ക്കോളൂ. 3 മണിയാകാൻ നിൽക്കണമെന്നില്ല. തന്റെ ഡ്യൂട്ടി പെട്ടെന്ന് കഴിഞ്ഞാൽ നേരത്തെ ഇറങ്ങിപ്പോക്കോ, നോ പ്രോബ്ലം. കാശിയുടെ അനുവാദം കിട്ടിയതും ദേവ് ഫോൺ കട്ട് ചെയ്തു. സമയം അപ്പോൾ ഏകദേശം 2 മണി കഴിഞ്ഞിരുന്നു. അത്യാവശ്യം ചെയ്തു തീർക്കേണ്ട കുറച്ച് വർക്കുകൾ മാത്രം കംപ്ലീറ്റ് ആക്കിയിട്ട് ദേവ് പോകാൻ തയ്യാറായി. 3 മണിക്കെന്ന് അച്ഛനോട് പറഞ്ഞിട്ട് ഇപ്പൊ സമയം 2:30 ആകുന്നതല്ലേ ഉള്ളൂ. ഇപ്പോഴേ പുറപ്പെടണോ ദേവേട്ട? ജാനി പരിഭവത്തോടു കൂടി അവനെ നോക്കി. വർക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ പെട്ടെന്ന് പൊയ്ക്കോളാൻ സാറിനോട് പറഞ്ഞു, അതുകൊണ്ടാ. പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ ഫോൺ വിളിച്ചാൽ മതി. പറഞ്ഞുകൊണ്ട് അവൻ ഒരു കാർഡ് എടുത്ത് അവളുടെ നേർക്ക് നീട്ടി. വീണ്ടും അവന്റെ ഫോൺ ശബ്ദിച്ചപ്പോൾ അത് എടുത്തു നോക്കി. ഹലോ ഗൗരി. ജിജോ സാറിനോട് ഞാൻ പറഞ്ഞോളാം, നീ പെട്ടെന്ന് റെഡിയായി ഇറങ്ങി വരാൻ നോക്ക്. ഗൗരിയുടെ മറുപടി കാക്കാതെ ഫോൺ കട്ട് ചെയ്ത് ദേവ് തന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. അതെന്തിനാ ഗൗരിയും കൂട്ടിക്കൊണ്ടു പോന്നേ? ദേവേട്ടൻ ഒറ്റയ്ക്ക് പോയിക്കൂടെ? എന്റെ വീട്ടിൽ ആദ്യമായി നടക്കുന്ന ഒരു ചടങ്ങാണിത്. അതുകൊണ്ട് എല്ലാരും ഭയങ്കര ത്രില്ലിലാ. ഗൗരിയോടുകൂടെ വരാമോന്ന് എന്റെ പെങ്ങള് വിളിച്ചു ചോദിച്ചു, അതുകൊണ്ടാ. ദേവ് പറഞ്ഞതും ജാനി തലകുലുക്കി കാണിച്ചുകൊണ്ട് വീണ്ടും സിസ്റ്റത്തിലേക്ക് നോക്കിയിരുന്നു. അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി തന്റെ ബാഗും മറ്റും എടുത്തുകൊണ്ട് വീണ്ടും ജാനിയുടെ അടുത്തേക്ക് വന്നു. മേഡം, എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഇറ്റ്സ് ഓക്കെ, ദേവേട്ടൻ പൊയ്ക്കോളൂ. മുഖമുയർത്തി അവനെ നോക്കാതെ കൊണ്ട് ജാനി പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ദേവ് ഇറങ്ങിപ്പോയെന്ന് കണ്ടതും ജാനി ഒന്നും നെടുവീർപ്പെട്ടു. തുടരും.